വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെ. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 30-ാം തീയതി, ഈ മാസത്തിൻ്റെ ഈ അവസാന ദിവസം, ഈശോ നമുക്ക് തരുന്ന ഈ ശുഭരാത്രി വചന സന്ദേശം ശ്രവിക്കാൻ നമുക്ക് ഹൃദയം തുറക്കാം. ഈശോ യാത്ര ചെയ്യുകയാണ്. ഈശോയുടെ ജീവിതയാത്രയുടെ ഒരു പ്രത്യേക സമയത്ത് ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് ജെറൂസലേമിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. ഈ തീരുമാനം അവൻ എടുക്കുന്നത് പീഡാസഹനങ്ങൾ സ്വീകരിക്കാൻ, വിചാരണ ചെയ്യപ്പെടാൻ, കൊല ചെയ്യപ്പെടാൻ, മരിച്ചടക്കം ചെയ്യപ്പെടാൻ ഉള്ള അവൻ്റെ തയ്യാറെടുപ്പ്, അവൻ്റെ ഒരുക്കം. ഈശോ അതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയാണ്. നിശ്ചയിച്ചുറപ്പിച്ച് അവൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ യാത്ര? ഈ തീരുമാനമെടുക്കുന്നത് രക്ഷിക്കാനുള്ള, എന്ത് വിലയും കൊടുത്ത് മനുഷ്യകുലത്തെ രക്ഷിക്കണം എന്ന ഒരു തീരുമാനമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വായിക്കുന്നത്? He steadfastly set his face to go to Jerusalem. അവൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു. ഏത് ഏകാന്തതയും, ഏത് പ്രലോഭനവും, ഏത് വേദനയും, വിചാരണയും, അപമാനവും ഏറ്റെടുക്കാൻ ഈശോയാകുന്ന സ്നേഹിതൻ തയ്യാറാണ്. ഇതുപോലെയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ, ഒരു തീരുമാനത്തിൻ്റെ കഥ നമ്മൾ ഈ ദിവസങ്ങളിൽ പേപ്പറുകളിൽ വായിക്കുകയായിരുന്നു. മനാഫ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ മണ്ണിടിച്ചിലിൽ ലോറിയുടെ അകത്ത് പെട്ട് പുഴയിൽ 72 ദിവസങ്ങളോളം കിടന്ന അർജുനൻ എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതന് വേണ്ടി 72 ദിവസം കാത്തുനിന്ന മനാഫ് എന്ന് പറയുന്ന സ്നേഹിതന് ഇതുപോലെ ഒരു തീരുമാനമുണ്ടായിരുന്നു. കിട്ടുന്നത് വരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറയുന്ന തീരുമാനം. തിരിച്ച് ഈശോയിലേക്ക് വരാം. ഈശോയുടെ തീരുമാനം രക്ഷിക്കാൻ എന്തു വിലയും കൊടുക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ യാത്ര ചെയ്യുന്നത്, ഈശോ അൾത്താരയിൽ ഈ രാത്രിയിൽ നമ്മുടെ മുൻപിലുള്ളത്, നമ്മെ രക്ഷിക്കാൻ എന്തു വിലയും കൊടുക്കാൻ, എന്തും ചെയ്യാൻ തയ്യാറായി കൊണ്ടാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ രാത്രിയിൽ അച്ഛനെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, നിന്നെ രക്ഷിക്കാൻ, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ വളർത്താൻ, നിന്നെ ഉയർത്താൻ, നിനക്ക് ശക്തി തരാൻ, നിനക്ക് വിജയം തരാൻ, നിനക്ക് സ്വർഗീയമായ ആനന്ദം തരാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈശോ നിന്റെ മുൻപിൽ നിൽക്കുന്നത്.
രണ്ടാമതായി ഈശോ ഈ യാത്ര ചെയ്യുന്നത് നമ്മെ സഹനങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തത് നമ്മൾ മരണമെന്ന പാപത്തിൻ്റെ സഹനങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ യാത്ര നമുക്ക് വിജയം നൽകാനുള്ള യാത്രയാണ്. ഇനി ഈശോയുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കു വേണമെങ്കിലും ഈശോയുടെ പിറകെ പോകാം. ഒരു കണ്ടീഷൻ, കുരിശുമെടുത്ത് അവനെ ആർക്കും അനുഗമിക്കാം. രണ്ടാമതായി ഈശോ ഇങ്ങനെ രക്ഷിക്കാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം ജനം അവനെ സ്വീകരിക്കുന്നില്ല. സമരിയാക്കാർ അവനെ സ്വീകരിക്കുന്നില്ല. രക്ഷകൻ കടന്നു പോകുമ്പോൾ അവനൊരു അംഗീകരിക്കപ്പെട്ട പ്രവാചകനാണെങ്കിൽ കൂടെ, അവൻ പ്രവാചകനാണെന്ന് എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷേ സമരിയാക്കാർ വഴി തടയുന്നു. നീ ഞങ്ങളുടെ നാട്ടിലൂടെ പോകണ്ട എന്ന് പറയുന്നു. നീ ഞങ്ങളുടെ നാട്ടിലൂടെ പോയാൽ അത് ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്. സമരിയാക്കാരുടെ താല്പര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമരിയയിലെ നേതാക്കന്മാരുടെ താല്പര്യം, തങ്ങളുടെ ജനം ജെറൂസലേമിലേക്ക് പോകരുത്. അത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആരുടെ പുറകെയാണെങ്കിലും ജെറൂസലേമിലേക്ക് പോകരുത്. ഇവിടെയുള്ള സമരിയയിലുള്ള ജനം ജെറൂസലേമിലേക്ക് ഈശോയുടെ പിറകെ പോയാൽ അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളെ ബാധിക്കും. നമ്മളുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികൾക്ക് അവൻ്റെ യാത്ര അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, നമ്മുടെ ബോധ്യങ്ങൾക്ക് ചേർന്നതല്ല, എനിക്ക് അവൻ സ്വീകാര്യമല്ല. അതുകൊണ്ട് അവനെ തടയുന്ന ചില ജനം. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമ്മുടെ ബോധ്യങ്ങൾക്ക് അതീതമായിരിക്കും ഈശോയുടെ ചിന്താഗതികൾ, ഈശോയുടെ തീരുമാനങ്ങൾ. കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാൾ ഉയർന്നു നിൽക്കുന്നു. ആകാശം ഭൂമിയേക്കാൾ എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാൾ ഉയർന്നതാണ്. അപ്പോൾ സൗഖ്യപ്പെടുത്താൻ വന്നവനെ മുറിവേൽപ്പിച്ചു വിടുന്ന ഒരു ജനതയാണ് സമരിയാക്കാർ. ചില സമയങ്ങളിൽ നമ്മെ സുഖപ്പെടുത്താൻ, നമ്മെ സൗഖ്യപ്പെടുത്താൻ വരുന്ന കർത്താവിനെ നമ്മൾ നിന്ദിച്ചു വിടാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ സഹായിക്കാൻ ചില ആളുകളുടെ അടുത്തേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മെ മുറിവേൽപ്പിച്ച് അപമാനിച്ചു വിടാറുണ്ട്. അതൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ചില ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഈ പള്ളിയിൽ വരുന്ന ആളുകൾ വേറൊരു പള്ളിയിലും പോകരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്ത തലം എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് മിസ്റ്റേക്കിംഗ് ദ ലോവർ ഇമോഷൻസ് ഫോർ ദ ഹയർ ഫീലിംഗ്. രണ്ട് ശിഷ്യന്മാർക്ക് ഇവരിങ്ങനെ വഴി തടഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇവരോട് അതിന് ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇവരോട് ഇതിന് പകരം ഇവരെ ഒന്ന് പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഈ രണ്ട് ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിന്നെ തടഞ്ഞവരെ ഞങ്ങൾ അങ്ങോട്ട് നശിപ്പിച്ച് കളയട്ടെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ അങ്ങോട്ട് നശിപ്പിച്ച് കളയട്ടെ എന്നാണ് അവരുടെ ചിന്താഗതി. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമ്മെ തടയുന്ന വ്യക്തികളെ നശിപ്പിച്ച് കളയണം എന്ന് ചിന്തിക്കുന്ന ചില ചിന്താരീതികൾ, അതായത് പകരം ചെയ്യുന്നവരാണ്, പകരം വീട്ടുന്നവരാണ്. പകരം വീട്ടുക എന്ന വികാരമാണ് ഭയങ്കര പ്രധാനപ്പെട്ട വികാരം. ചില സിനിമകളിലൊക്കെ ഈ പകരം വീട്ടുന്ന എന്ന് പറയുന്ന വികാരത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഈശോ പറയുകയാണ് അത് വളരെ ലോവറായിട്ടുള്ളൊരു ഇമോഷനാണ്. അത് ഹയ്യറായിട്ടുള്ള നമ്മെ വേദനിപ്പിച്ചവരെ തിരിച്ച് പണി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ലോ ഇമോഷനാണ്. അതിനെ ഒരു വലിയ ഗമയുള്ള ഒരു ഇമോഷനായിട്ട് കണക്കാക്കരുത്. അതൊരു ഭയങ്കര സംഭവമാണെന്ന്. ഞാൻ അയാൾക്കൊരു തിരിച്ചൊരു പണി കൊടുത്തു, എനിക്കൊരു പണി തരാൻ നോക്കിയതാണ്, ഞാൻ തിരിച്ചൊരു പണി, അതിലും വലിയൊരു പണി കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു ഭയങ്കര സംഭവമാണെന്ന്, ഒരു ഗമയുടെ സംഭവമാണെന്ന് ചിന്തിക്കരുത്. അതൊരു ലോവർ ഇമോഷനാണ്. ഈശോ അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, അവരെ ശാസിക്കുകയാണ്. അവർക്ക് പണി കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളെ ഈശോ ശാസിച്ചിട്ട്, ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട്. നിങ്ങളെ നയിക്കുന്നത് ഏതാത്മാവാണെന്ന് ഈശോ ചോദിക്കുകയാണ്. നിങ്ങൾ ആരാ പഠിപ്പിക്കുന്നത്? ഈശോ പറയാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഏതാത്മാവാണ്? ലോകത്തിൻ്റെ ആത്മാവാണോ, സ്വർഗത്തിൻ്റെ ആത്മാവാണോ, ദൈവത്തിൻ്റെ ആത്മാവാണോ? നിങ്ങൾ ആരാ പഠിപ്പിക്കുന്നത്?
പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ചില വാക്കുകൾ, ചില ചിന്തകൾ, ചില തീരുമാനങ്ങൾ, ചില പ്രവർത്തികൾ എടുക്കുമ്പോൾ ഈശോ നമ്മോട് ഈ ചോദ്യം ചോദിക്കും: നിന്നെ ആരാ നയിക്കുന്നത്? നിന്നെ ആരാ പഠിപ്പിക്കുന്നത്? നിനക്കാരാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? എന്നിട്ട് ഈശോ മറ്റൊരു വഴിയിലൂടെ തിരികെ പോയി. ഈശോ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, സ്വർഗത്തിൻ്റെ ചിന്താരീതികളാൽ നയിക്കപ്പെടാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ചെറിയ സമയത്ത്, ഈ രാത്രിയിൽ ഈശോ നമ്മോട് വചനത്തിലൂടെ പറഞ്ഞ ഈ ശുഭരാത്രി വചന സന്ദേശം നമ്മെ കുറെ കൂടെ പ്രകാശമുള്ളവരാക്കി മാറ്റട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് ഈശോ ഇടപെട്ടതുപോലെ ഇടപെടാൻ, ഈശോ തീരുമാനങ്ങൾ എടുത്തതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ, ഈശോ രക്ഷിക്കാൻ ഉറപ്പിച്ച് മുന്നോട്ട് പോയതുപോലെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഇനി പിന്നോട്ടില്ല, മുന്നോട്ടാണ് എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിതയാത്ര ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നൊരു രാത്രിയാണിത്. വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. വചനം സജീവവും ഊർജ്ജസ്വലവുമായ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ വെളിച്ചം തരുന്നു. നമുക്ക് തുടർന്ന് വരുന്ന ഒരു മിനിറ്റ് നേരം ഒരു ആത്മപരിശോധന ചെയ്യാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഉള്ള സമയത്ത് ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകൾ, അവരെ രക്ഷിക്കുന്നതിന് ജീവിതത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ പോയത്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന പോലും അർപ്പിക്കാൻ കഴിയാതെ പോയ സമയങ്ങൾ ഓർത്തനുഭവിക്കാം. ഈശോയുടെ പിറകെ നടക്കാൻ, ഈശോയുടെ കുരിശിന്റെ വഴിയിൽ, ജെറൂസലേമിലേക്കുള്ള വഴിയിൽ അവൻ്റെ കൂടെ നടക്കാൻ അവസരം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒക്കെ ഓർത്ത്, ഈശോയുടെ വഴി തടഞ്ഞത്, എൻ്റെ ജീവിതത്തിലേക്ക്, അവരെൻ്റെ ജീവിതത്തിലേക്ക് രക്ഷയുടെ വഴി ഞാൻ തടഞ്ഞത് ഓർത്തനുഭവിക്കാം. എൻ്റെ ചെറിയ അധമമായ വികാരങ്ങളെ, അത് വലിയ ഗമയുള്ള വികാരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയത്, അത് പ്രധാനപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാം. ഈശോയെ, ഈ പാപങ്ങളെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലമായൊരു ഹൃദയത്തോടുകൂടെ ഉറങ്ങാൻ പോകാൻ, ശാന്തമായി ഉറങ്ങാൻ, കൂടുതൽ ഉണർവോടുകൂടെ നാളെ ഉണർന്നെഴുന്നേൽക്കാൻ കൃപ നൽകണമേ. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. ആഴിയുടെ ആഴങ്ങളിലേക്ക് എൻ്റെ പാപങ്ങളെ തൂത്തെറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ഈശോയെ, ആഴിയുടെ അഗാധങ്ങളിലേക്ക് എൻ്റെ പാപങ്ങളെ അങ്ങ് തൂത്തെറിയണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുജലത്താൽ, തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ദേശത്തെയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇന്ന് കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, അനുഭവിച്ച ദൈവസ്നേഹം, പരസ്നേഹം ഓർത്ത്, ഇന്ന് കഴിച്ച ഭക്ഷണം, കുടിച്ച ജലം, ശ്വസിച്ച വായു, സഞ്ചരിച്ച വഴികൾ, വാഹനങ്ങൾ, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, വചനം വായിക്കാൻ കഴിഞ്ഞത്, വചനം ധ്യാനിക്കാൻ കഴിഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ സാധിച്ചത് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ സാധിച്ചത്, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് നൽകും, നിങ്ങൾക്കത് ലഭിക്കും.
ഈശോ പറഞ്ഞു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. 7 നിയോഗങ്ങൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാകാം, ആത്മീയമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി ആകാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇന്ന് ഈ ആലയത്തിൽ പ്രഭാതം മുതൽ ഈ സമയം വരെ നൂറുകണക്കിന് ദൈവമക്കൾ വരികയും പ്രാർത്ഥിക്കുകയും കടന്നുപോയി. അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബന്ധിതനായി ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ ഏകാന്തതയിൽ കഴിയുന്നവരെ, നിരാശയിൽ, ദുഃഖത്തിൽ, ആത്മഹത്യാ പ്രവണതകളിൽ, മാനസിക രോഗങ്ങളിൽ, ഡിപ്രഷനിൽ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ, സെല്ലിൽ അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ, ജയിലുകളിൽ കഴിയുന്നവരെ, ഭക്ഷണമില്ലാത്തവരെ, നിദ്രയില്ലാത്തവരെ, യാത്ര ചെയ്യുന്നവരെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ നിയോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതകൾ ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന്. ഇപ്പോൾ ഈ ആലയത്തിലായിരിക്കുന്നവർ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പർവ്വതനിരകളും ജലാശയങ്ങളും സമുദ്രങ്ങളും നദികളും പുഴകളും കാട്ടരുവികളും കാട്ടാറുകളും മൃഗങ്ങളും പക്ഷികളും വൃക്ഷലതാദികളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഓരോ ഭവനത്തിലേക്കും വന്ന് നിറയട്ടെ, ഓരോ ദേശത്തിലേക്കും വന്ന് നിറയട്ടെ. നമ്മൾ ഒക്ടോബർ 3 മുതൽ 15 വരെ നടത്തുന്ന തിരുനാളിൻ്റെ അഭിഷേകത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. പരീക്ഷ എഴുതുന്ന മക്കളിലേക്ക്, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരിലേക്ക്, രോഗികളിലേക്ക്, യുവതി യുവാക്കളിലേക്ക്, ജോലി അന്വേഷിക്കുന്നവരിലേക്ക്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരിലേക്ക്, ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളിലേക്ക്, മരണാസന്നരായിട്ടുള്ളവരിലേക്ക് കൃപ ഒഴുകിയിറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും സമാധാനം നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഞങ്ങളുടെ മുകളിലും ഞങ്ങളെ കാത്തു പരിപാലിക്കുവാനായി ഞങ്ങളുടെ പിറകിലും ഞങ്ങളുടെ വഴികാട്ടിയായി ഞങ്ങളുടെ മുൻപിലും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവനായി ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നവനായി ഞങ്ങളുടെ ഉള്ളിലും വസിക്കുന്നവനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.